Next we will study mobile processor. ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിലെ പ്രോസസ്സർ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതായത് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കോറും അതിൻ്റെ ക്ലോക്ക് സ്പീഡുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന് ആ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്പീഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോറ്, ഡുവൽ കോറ്, അങ്ങനെ പല തരത്തിലുള്ളത് അവൈലബിൾ ആണ്, ഒക്ടാ കോറ് അങ്ങനെയൊക്കെ. ഈ കോറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ ആപ്പുകൾ വരുമ്പോൾ അതനുസരിച്ച് ആ ആപ്പുകളെയൊക്കെ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് അത് സപ്പോർട്ട് ചെയ്യും എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഒരുവിധം നമുക്ക് ആപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സർ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വളരെയധികം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ചില പ്രോസസ്സറുകൾ സ്നാപ്ഡ്രാഗൺ, മീഡിയാടെക് എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം നല്ലതാണ്, മറ്റൊന്ന് പൊട്ടയാണ്, അങ്ങനെയല്ല. നമുക്ക് ഏതാണോ കൂടുതൽ നന്നായിട്ട് ഉപയോഗിച്ച് താല്പര്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന പ്രോസസ്സർ നല്ലതാണ്, നല്ല പെർഫോമൻസ് കാണിക്കുന്നു, അപ്പോൾ അതനുസരിച്ച് നമുക്കതിനെ തിരഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് അറിയേണ്ടത് മൊബൈൽ ടെക്നോളജിയെ കുറിച്ചാണ്. നമുക്ക് പണ്ട് ഉണ്ടായിരുന്നത് 1G, 2G, 3G അങ്ങനെയായിരുന്നു. ഇന്ന് 4Gയും കഴിഞ്ഞ് 5Gയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നോളജി തന്നെയാണ്. ഏറ്റവും ആദ്യം സർക്യൂട്ട് സ്വിച്ചിങ് മെത്തേഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് യൂസ് ചെയ്യുന്നത് പാക്കറ്റ് സ്വിച്ചിങ് മെത്തേഡാണ്. അതായത് സർക്യൂട്ട് രൂപത്തിലായിരുന്നു അതിലെ ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് പാക്കറ്റുകളായി മാറിയ ഇൻഫർമേഷൻസിനെ ഒരു സെൻഡറിൽ നിന്നും ഒരു റിസീവറിലേക്ക്, അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നിന്ന് അടുത്ത മൊബൈലിലേക്ക്, അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫറിങ് രീതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 4G, 5G ഒക്കെ ആയപ്പോഴേക്കും പാക്കറ്റ് സ്വിച്ചിങ് എന്ന മെത്തേഡാണ് കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ വയർലെസ് ലോക്കൽ ലൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് റോമിംഗ് വരുമ്പോൾ, നമ്മളിപ്പോൾ ഈ മൊബൈലും വെച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യണമെങ്കിൽ അപ്പോൾ റോമിംഗ് ആയി മാറും അത്. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾ കോൾ ചെയ്താലും എന്ത് സംഭവിക്കുന്നു, ഇവിടെ വരുന്ന ആ കോള് അതനുസരിച്ച് ഏത് നമ്പറാണ് അല്ലെങ്കിൽ ഏത് നിങ്ങൾ എവിടെ നിന്നാണ് ആ കണക്ഷൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ എയർടെൽ ആയാലും അതേപോലെ വോഡാഫോൺ ആയാലും ഏതാണെങ്കിലും അവിടേക്കാണ് ആ കോൾ കണക്ട് ആവുക. എന്നിട്ട് അതിൽ നിന്നാണ് അത് പ്രോസസ്സ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ആളെ വിളിക്കുന്നു ആ ആളെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നർത്ഥം. അപ്പോൾ റോമിങ് വരുമ്പോൾ പൈസയും കൂടും, പെട്ടെന്ന് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോഴേക്കും അത് കട്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അതിൽ ഡാറ്റ കാർഡ്, പല രാജ്യത്ത് പല പേരിലാണ് അത് അറിയപ്പെടുന്നത്, അതനുസരിച്ച് നമ്മളത് റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്കത് ലഭ്യമാവുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നത് ഇമെയിൽ ഫെസിലിറ്റിയെ കുറിച്ചാണ്. ഇമെയിൽ എല്ലാവർക്കും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമായിട്ടുള്ള മെസ്സേജസ്, ആദ്യം നമുക്ക് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് നമ്മൾ ചാറ്റ് ചെയ്യണതിന് ഉള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇമെയിൽ വഴിയാണ് ലെറ്റേഴ്സൊക്കെ അയച്ചിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കത്തെഴുതി പോസ്റ്റ് ചെയ്യണ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അവർക്ക് കിട്ടുന്നു. പക്ഷെ അതിലുള്ളൊരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ അവിടെ കിട്ടണ വിവരം അറിയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഇമെയിൽ ബോക്സ്, അതായത് ഇൻബോക്സ് തുറന്നാൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അവർക്ക് അങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അത് ഒരു പ്രോബ്ലം ആണ്. പിന്നെ മാത്രമല്ല, ഒരു തവണ നമ്മളത് അയച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയത് തന്നെയാണ്. പിന്നെ നമുക്കത് തിരിച്ച് നമ്മളിപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കണ പോലെ നമുക്ക് മാച്ച് കളയാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇമെയിൽ സെൻഡ് ചെയ്തിരുന്നത്. അതുപോലെ റിസീവ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാത്ത ആൾക്കാരുടെ ഇമെയിൽ ആണെങ്കിൽ തുറന്ന് നോക്കാതിരിക്കുക, അത് ഡിലീറ്റ് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുപാട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ ഒരുപാട് സ്പാം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമെയിലിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതുപോലെ ചിലപ്പോൾ നമ്മളെ ഓരോ ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന മെസ്സേജുകളൊക്കെ ആണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് അങ്ങനെയുള്ള മെസ്സേജ് ആണെങ്കിലോ എന്ന് വെച്ചിട്ട് തുറന്നു നോക്കി അത് നമുക്ക് ബോധ്യപ്പെട്ട ശേഷം അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ ഒരു പരിധി വരെ ഉറപ്പുവരുത്തുക. പിന്നെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോള് സഹായത്തോടെയാണ് ഇമെയിൽ അയക്കുമ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് പോകുന്നത്. അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രോട്ടോകോൾ കൂടി ഉണ്ട് കേട്ടോ. POP3 അഥവാ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയും. എന്തിനാണ് അതിന് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന പേര് കൊടുത്തത്? കാരണം
നമുക്കറിയാം പണ്ട് നമ്മൾ കത്തെഴുതി അത് പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആ കത്തുകൾ കറക്റ്റായിട്ട് ആ അഡ്രസ്സിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇമെയിൽ സംവിധാനമാകുമ്പോൾ അവിടെ നമുക്ക് അത് നേരിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത അഡ്രസ്സ് കൃത്യമാണോ, ആ അഡ്രസ്സിലൂടെ നമ്മുടെ വാല്യൂസ് കൃത്യമായിട്ട് അവർക്ക് എത്തുന്നുണ്ടോ, ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ. അപ്പോൾ അതിലൂടെയാണ് കറക്റ്റായിട്ടുള്ള അഡ്രസ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പേടിക്കേണ്ട, കറക്റ്റായിട്ട് അത് അയാളിലേക്ക് എത്തിച്ചേരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വൈഫൈ ആൻഡ് വൈമാക്സ് ആണ്. എന്താണ് വൈഫൈ? വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡലിറ്റി എന്നാണ് അതിന്റെ ഫുൾ ഫോം. വളരെയധികം ഹൈ സ്പീഡ് ആൻഡ് നെറ്റ്വർക്കിന് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നു. ഇനി ഔട്ട്ഡോർ ആണെങ്കിൽ 100 മീറ്റേഴ്സ് ആണ് അതിന്റെ ഡിസ്റ്റൻസ്, അതേപോലെ ഇൻഡോർ ആണെങ്കിൽ 30 മീറ്റേഴ്സ് ആണ് അതിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് വയർലെസ് ഫെസിലിറ്റിക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈമാക്സ് ഫെസിലിറ്റി ഉണ്ട്. വൈമാക്സ് ആണെങ്കിൽ ലോങ് റേഞ്ച്, ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വയർലെസ് ആൻഡ് ഫിക്സഡ് കണക്ഷൻസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഡിസ്റ്റൻസ് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ VoIP ആണ്. അതായത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ് അങ്ങനെ കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ മീൻസ് യു ആർ ഏബിൾ ടു ഡയറക്ട്ലി കോൾ ദ പേഴ്സൺ ആൻഡ് യു ക്യാൻ ടോക്ക് ടു ദം. ഇപ്പോൾ എയർപോർട്ട് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ലെസ് കോസ്റ്റ് ആണ്, accessibility ഉണ്ട് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓൾസോ ഇസ് ദെയർ. ഇനി ഡിസഡ്വാൻറ്റേജ് റിലയബിൾ കണക്ഷൻ നീഡഡ്. നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പവർ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോൾ കട്ടാവും. അപ്പൊ നമുക്ക് ആ ഫെസിലിറ്റി കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ ടോപ്പിക്കിലൂടെ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ട്രെൻഡിൽ യൂസ് ചെയ്യുന്നത്.